ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമത്സഭാനായികാം ശ്രീമൽഷണ്മുഖവിഘ്നരാജജനനീം ശ്രീമജ്ജഗന്മോഹിനീം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിം. തസ്യൈ ദിശേ സദദമഞ്ജലിരേഷ പുഷ്പൈഃ പ്രക്ഷിപ്യതേ രസഭരൈർമധുരദ്വിരേഭൈഃ ജാഗർത്ത് യത്ര ഭഗവാൻ ഗുരുചക്രവർത്തി ജാഗർത്ത് യത്ര ഭഗവാൻ ഗുരുചക്രവർത്തി വിശ്വോദയ പ്രളയനാടകസൂത്രധാര വിശ്വോദയ പ്രളയനാടകസൂത്രധാര. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. പരമപവിത്രമായ ഈ നൈമിഷാരണ്യ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ യജ്ഞവേദിയിലേക്ക് ഒരു പ്രവക്താവിൻ്റെ രൂപത്തിൽ നമുക്കറിയാം, ജ്ഞാനവൃദ്ധരും വയോവൃദ്ധരും തപസ്വികളും ശ്രീമദ് ഭാഗവത അമൃതത്തിൽ ആറാടുന്ന വിദ്വന്നിഷ്ഠരായിട്ടുള്ള മഹാപുരുഷന്മാർ തത്വപ്രവചനം നടത്തിയ ഈ യജ്ഞവേദിയിലേക്ക് പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ കുറവായിട്ടുള്ള നമ്മളെപ്പോലെ ഒരാളെ കൈപിടിച്ച് ആ പ്രവക്ത പീഠത്തിലേക്ക് ക്ഷണിച്ചതായ ഇതിൻ്റെ സംഘാടകരെയും അതിനോടനുബന്ധപ്പെട്ട അതിൻ്റെ അധികാരികൾക്കും എല്ലാവർക്കും സാഷ്ടാംഗം നമസ്കാരം. അതോടൊപ്പം തന്നെ ശ്രോതാക്കളായിരിക്കുന്ന ശ്രീമദ് ഭാഗവത കുതുകികളും ഭാഗവത രസികന്മാരുമായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രവക്താവ് അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ എന്നുള്ള രീതി അവലംബിച്ചല്ല ഇവിടെ ഇരിക്കുന്നത്. മറിച്ച് പൂർവസൂരികളായ അനവധി വിദ്വാൻമാരിരുന്നതായിട്ടുള്ള ആ ഒരു പീഠത്തിൽ സ്പർശിക്കുന്നത് മൂലം അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാവുക എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിരിക്കുന്നത്. ഗുരുപരമ്പരകളുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം.
യഥാശക്തി യഥാമതി നമുക്ക് ഈ വിഷയത്തെ ഒന്ന് അവലോകനം ചെയ്യാം. വളരെ മനോഹരമായ, വളരെ പ്രസക്തമായ 2 കഥകളാണ് ഇവിടെ നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. ഒന്ന് ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ കഥയാണ്. ആ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കാരണം സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ ദൃഷ്ടാന്തം പറയാറുണ്ട്. സത്യസന്ധതയ്ക്ക് അല്ലെങ്കിൽ സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള ആളെ ലൗകികമായിട്ട് നമ്മൾ ഹരിശ്ചന്ദ്ര രാജാവിനോട് ഉപമിക്കാറുണ്ട്. അത്രയും ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ മഹിമ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള ഗുണങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ഉണ്ടാകുന്നതല്ല. അതിന് കാരണം മാന്ധാതാവിൻ്റെ വംശത്തിൽ ആണ് ഹരിശ്ചന്ദ്രൻ ഉണ്ടാവുന്നത് തന്നെ. അംബരീഷൻ്റെ കഥ പറഞ്ഞു വരുന്ന സമയത്താണ് മാന്ധാതാവിൻ്റെ കഥ പറയുന്നു. അപ്പോൾ ആ വംശത്തിൻ്റെ ശുദ്ധി, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കാരണം ഭാഗവതത്തിൽ മാന്ധാതാവിൻ്റെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ അംബരീഷൻ്റെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ സത്യവ്രതൻ്റെ കഥ പറഞ്ഞു എന്നുള്ളതിലൂടെ നമ്മളോട് വ്യാസമഹർഷി എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനാണ് വളരെ പ്രധാനമായി ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ, അല്ലെങ്കിൽ ആ പരമ്പരയിൽ, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ള ഗുണങ്ങൾ ആ ജീനിലൂടെ, ആ സംസ്കാരത്തിൽ, ആ വരുന്ന തലമുറകളിലുള്ള ആളുകളുടെ സംസ്കാരത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനസ്സ യത് പ്രമാണം കുരുതേ ലോകഃ തദനുവർത്തതേ എന്ന് ഭഗവാൻ ഗീതയിലും കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ പൂർവികരായിട്ടുള്ള, അല്ലെങ്കിൽ മുതിർന്നവരായ ആളുകൾ ഏത് തരത്തിലുള്ള ആചരണങ്ങളാണോ പാലിക്കുന്നത്, സ്വാഭാവികമായിട്ടും അവിടെ വളർന്നു വരുന്ന ശിശുക്കളിൽ സംസ്കാര രൂപത്തിൽ ആ ഗുണങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹരിശ്ചന്ദ്ര രാജാവിന് ഈ വിശേഷ ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത് പൂർവികനായിട്ടുള്ള ആ പരമ്പരയിലുള്ള അംബരീഷൻ മുതലുള്ള, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള രാജാക്കന്മാരുടെ, അല്ലെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട ആളുകളുടെ തപസ്സും സത്യസന്ധതയും നിഷ്ഠയും ഭഗവത് ഭക്തിയും എല്ലാം ഈ ഹരിശ്ചന്ദ്രനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആ വംശത്തിലാണ്, മാന്ധാതാവിൻ്റെ വംശത്തിലാണ് സത്യവ്രതൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടാവുന്നു. ഈ സത്യവ്രതൻ വേറൊരു പേരിലാണ് പ്രശസ്തനായി തീരുന്നത്, ത്രിശങ്കു എന്നുള്ള പേരിൽ. നമ്മൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം സത്യവ്രതൻ എന്നുള്ള രാജാവ് ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രശസ്തി ഉണ്ടാവാൻ കാരണം. അതും വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത്. അദ്യാപി ദിവി ദൃശ്യത്തെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടിയെക്കുറിച്ചിട്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ സത്യവ്രത രാജാവിൻ്റെ പരമ്പരയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്രിശങ്കുവിൻ്റെ മകനായിട്ടാണ് ഹരിശ്ചന്ദ്ര രാജാവ് വരുന്നത്. ഹരിശ്ചന്ദ്രൻ വളരെ വിശേഷമായിട്ടുള്ള രീതിയിലൊരു രാജാവായിരുന്നു. കാരണം അദ്ദേഹത്തിന് സത്യത്തിൽ വളരെയധികം നിഷ്ഠയുണ്ടായിരുന്നു. 2 തരത്തിൽ ഈ കഥ വരുന്നുണ്ട്. ഭാഗവതത്തിൽ വളരെ ചെറിയ രീതിയിലാണ് ഈ ഒരു കഥ വരുന്നത്. നമുക്ക് കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് അധികം വിസ്തരിക്കാത്തത്. ദേവി ഭാഗവതം അതുപോലെയുള്ള അന്യപുരാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിസ്താരമായിട്ടാണ് ഈ കഥ വരുന്നത്. കാരണം സാധാരണ നമ്മൾ കേൾക്കുന്ന കഥ ശ്രീമദ് ഭാഗവതത്തിൽ ഇല്ല. കാരണം അദ്ദേഹം ചണ്ടാളത്വം പ്രാപിക്കുന്നതും, അല്ലെങ്കിൽ ശ്മശാനത്തിൻ്റെ കാവൽക്കാരനായി നിൽക്കുന്നതും മറ്റുള്ള കഥയൊന്നും ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നില്ല. ദേവി ഭാഗവതാദി അന്യ പുരാണങ്ങളിലാണ് ആ കഥ കൂടുതൽ വരുന്നത്.
ശരിക്കും വളരെയധികം ത്യാഗം, അല്ലെങ്കിൽ തൻ്റെ വാക്കിനെ പാലിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ത്യാഗം അനുഷ്ഠിക്കുന്ന ഒരു രൂപത്തിലാണ് അവിടെ ഹരിശ്ചന്ദ്രനെ കാണുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ വരുന്ന ഈ ചെറിയ കഥ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഹരിശ്ചന്ദ്ര രാജാവിന് എല്ലാ സൗഭാഗ്യങ്ങളുണ്ടായിരുന്നു, ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മക്കളില്ല എന്നുള്ളത്. സാധാരണ ഒരു കുടുംബത്തിൽ മക്കളില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അനപത്യ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം തൻ്റെ വംശത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു സന്തതി പരമ്പര ഇല്ലാതെയാകുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ രാജാവിനെ സംബന്ധിച്ച് അത് വെറും ഒരു ദുഃഖം മാത്രമല്ല, കാരണം ഒരു രാജ്യത്തിൻ്റെ കാര്യം കൂടിയാണ്. കാരണം തൻ്റെ രാജ്യത്തെ ഇനി മുന്നോട്ട് നയിക്കാൻ ഭരണാധികാരിയായിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ യോഗ്യനായിട്ടുള്ള ഒരാൾ രാജ്യം ഭരിക്കാൻ തൻ്റെ പാരമ്പര്യത്തെ നിലനിർത്താൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ കയ്യിൽ രാജ്യം അകപ്പെടും. അങ്ങനെ എല്ലാം താറുമാറാകുന്ന അവസ്ഥ വന്ന സമയത്ത് നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, തനിക്കൊരു പുത്രനുണ്ടാവാൻ വേണ്ടിയിട്ട് ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് നാരദ മഹർഷി പറയുന്നു, വരുണദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുത്രനുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയിൽ അനവധി സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ അനവധി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇതിലൂടെ വ്യാസമഹർഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് ഹരിശ്ചന്ദ്ര രാജാവിനെ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ കാണാൻ കഴിയും. ഒന്ന്, സത്യത്തിനു വേണ്ടി, സത്യത്തിൻ്റെ പാലനത്തിന് വേണ്ടി അതിമഹത്തായ ത്യാഗം ചെയ്ത് ഒരിക്കൽ പോലും തൻ്റെ വാക്കിൽ നിന്ന് വിട്ട് പിന്മാറാതെ ആ സത്യപാലനം മാത്രം ദൃഢമായി എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്ര രാജാവിനെ ഒരു കഥയിൽ കാണുന്ന സമയത്ത്, ഇവിടെ വരുന്ന ഈ ഒരു കഥയിൽ കാണുന്നത് ആസക്തി എന്നുള്ളൊരു ഭാവം ഗ്രസിച്ചതായ രാജാവിനെയാണ് കാണുന്നത്. ഒരാസക്തി ഏതൊരു വിഷയത്തോട് ആണെങ്കിൽ കൂടിയിട്ട് ആ ആസക്തി ബാധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പുത്രനായിട്ടുള്ള അദ്ദേഹത്തിനൊരു മകനുണ്ടായി. ആ മകനുണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു വ്യവസ്ഥയോട് കൂടിയിട്ടാണ് കുഞ്ഞ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വരുണൻ അനുഗ്രഹിക്കുന്നത് കുഞ്ഞുണ്ടാവാൻ. രാജാവ് വ്യവസ്ഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുത്രനുണ്ടായി കഴിഞ്ഞാൽ ആ പുത്രനെ തന്നെ യജ്ഞപശുവായി യജിച്ചിട്ട് ഒരു യാഗം വരുണന് നടത്താം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്കൂ, ആ ഒരു സന്ദർഭത്തിൽ ആ വാക്കിൽ തന്നെ കുഞ്ഞുണ്ടായി കുഞ്ഞിനെ ഹോമിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ കുഞ്ഞിനെ യജിക്കുന്നതായിട്ടുള്ള ഒരു യജ്ഞം നടത്തുകയാണെങ്കിൽ പിന്നെ ആ കുഞ്ഞുണ്ടായിട്ട് എന്താ പ്രയോജനം? പലപ്പോഴും ഇതാണ് സംഭവിക്കാറുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലും. ഈ മോഹം അല്ലെങ്കിൽ ആസക്തി എന്നുള്ളൊരു ഭാവം ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ ശരിദോഷങ്ങളെക്കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തനിക്ക് ദോഷമുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ തനിക്ക് നന്മയുണ്ടാക്കുന്നതാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകബുദ്ധി അപഹരിക്കപ്പെടാറുണ്ട്. ഇതാണ് വിഷയ ആസക്തി വന്നു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ജീവനാണെങ്കിലും സംഭവിക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങൾക്ക് വലിയൊരു പരിധി വരെ നമ്മുടെ മോഹം കൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഹേതുവായിട്ട് നമ്മുടെ മോഹമാണ് എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇത് തന്നെയാണ് രാജാവും ചെയ്യുന്നത്. വരുണനോട് പറഞ്ഞു, എനിക്കൊരു പുത്രൻ ഉണ്ടാവണം, പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുത്രനെ തന്നെ യജ്ഞപശുവായിട്ട് ഞാൻ ഒരു യാഗം നടത്താം എന്ന് പറഞ്ഞു. വരുണൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുണ്ടാവുന്നു. വരുണനാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട്. ജനിച്ച ഉടനെ തന്നെ വരുണൻ, അല്ലെങ്കിൽ വരുണൻ്റെ പ്രതിനിധി വരുന്നു, പറഞ്ഞതുപോലെ വാക്ക് പാലിക്കൂ, യാഗം നടത്തൂ എന്ന് പറയുകയാണ്. ഇത്രയൊന്നും ആലോചിച്ചിരുന്നില്ല രാജാവ്. അതുകൊണ്ട് തന്നെ പുത്രനുണ്ടായി കഴിഞ്ഞപ്പോഴാണ് പുത്രനുള്ള മോഹം ബാധിക്കുന്നത്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ജനിച്ച ഉടനെ ഹോമിക്കാൻ പറ്റില്ല, അല്ലേ? ജനിച്ചു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ശുദ്ധാശുദ്ധങ്ങളുണ്ട്.
അപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിന് ശുദ്ധിയായിട്ടില്ല, അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പുലയുണ്ട്, അതുപോലെ അച്ഛന് പുലയുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുല മാറാത്തത് കൊണ്ട് യജ്ഞപശു മേധ്യമല്ല, അമേധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പുല കഴിയാതെ 10 ദിവസം കഴിയാതെ അതിനെ ഹോമിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. വരുണൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. 10 ദിവസം കഴിയാൻ വേണ്ടി കാത്തു നിന്നു. 10 ദിവസം കഴിഞ്ഞ സമയത്ത് വരുണൻ വീണ്ടും വന്നു. 10 ദിവസം കഴിഞ്ഞു, ഹോമിക്കൂ എന്ന് പറയുകയാണ്. 10 ദിവസം കഴിഞ്ഞു. പക്ഷേ ഈ കുഞ്ഞിനോടുള്ള ആ ഒരു മമത തൻ്റെ മനസ്സിനെ കീഴടക്കിയതുകൊണ്ട് കുഞ്ഞിനെ ഹോമിക്കാൻ രാജാവ് തയ്യാറാവുന്നില്ല. രാജാവ് പറയുന്നു, കുഞ്ഞിന് പല്ല് വരണം. പല്ല് വന്നു കഴിഞ്ഞാലാണ് ജാതാദന്ത. പല്ല് വരാത്തിടത്തോളം കാലം, കാരണം പല്ലുകൊണ്ട് കഴിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ മനുഷ്യൻ ഈ പല്ല് വരാത്തിടത്തോളം കാലം അത് മേധ്യപശുവല്ല, അതുകൊണ്ട് പല്ല് വരട്ടെ എന്ന് പറയുകയാണ്. ശരി, വരുണൻ ഒരു ചാൻസും കൂടി കൊടുത്തു, ആയിക്കോട്ടെ പല്ല് വരട്ടെ എന്നാലോ. അങ്ങനെ പല്ലൊക്കെ വന്നു. പല്ല് കിളർത്ത് വന്ന സമയത്ത് വീണ്ടും വരുണൻ വരുന്നുണ്ട്. പല്ല് വന്നില്ലേ, ഇനി ഹോമിക്കൂ എന്ന് പറയുകയാണ്. നമ്മുടെ സാധാരണ ജീവന്മാരുടെ ഒരു അവസ്ഥയാണ് അല്ലേ, ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഏത് അവസ്ഥയിലാണെങ്കിലും ശരി ഇതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഈ വരുണനും വന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. പല്ല് വന്നു. അപ്പോൾ ഉടനെ അടുത്തതായിട്ടുള്ള കാര്യം പറഞ്ഞു, ഇത് ആദ്യം ഉണ്ടായിട്ടുള്ള പല്ലാണ്, ഈ പല്ലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത് പാൽപ്പല്ലാണല്ലോ, ഈ പല്ല് കൊഴിഞ്ഞു പോയിട്ട് ശരിക്കും രണ്ടാമത്തെ പല്ല് വരും, ആ പല്ലാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. വരുണന് അപ്പോഴേ സംശയമുണ്ട്, കാരണം രാജാവ് തന്നെ പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഭാവം വരുണനുണ്ട്. വരുണൻ ചോദിച്ചു, രാജാവേ എന്നെ പറ്റിക്കുമെന്നല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങേ ഞാൻ പറ്റിക്കുമോ? അല്ല എന്ന് പറയുകയാണ്. ശരി, വരുണൻ വീണ്ടും പോയി. അങ്ങനെ ആ പല്ലൊക്കെ കൊഴിഞ്ഞു പോയി. കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് വീണ്ടും പല്ല് വന്നു. രണ്ടാമത് വീണ്ടും പല്ല് മുളച്ചു വന്ന സമയത്ത് അതേ ഗേറ്റിൻ്റെ അവിടെ വരുണം വരുന്നു. രാജാവേ എന്തായി എന്ന് ചോദിച്ചിട്ടു. ഇനിയിപ്പോൾ പല്ലിൻ്റെ കാര്യം പറയാൻ പറ്റില്ല അല്ലേ, പല്ല് ഏകദേശം രണ്ടാമതും വന്നു. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി ജന്മനാ ജായതേ ശൂദ്ര, എല്ലാവരും ജനിക്കുന്നത് ശൂദ്രനായിട്ടാണ്. സംസ്കാരാ ദ്വിജൗച്യത, സംസ്കാരം കൊണ്ടാണല്ലോ ദ്വിജനായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിന് സംസ്കാരങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സംസ്കാരം വരാത്ത കാരണം ക്ഷത്രിയനാണ്. ക്ഷത്രിയനായിട്ടുള്ള രാജകുമാരനെയാണ് ഹോമിക്കേണ്ടത്, അല്ലെങ്കിൽ യാഗത്തിൽ സമർപ്പിക്കേണ്ടത്. സംസ്കാരങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം എങ്ങനെ ക്ഷത്രിയ കുട്ടിയായി മാറുക? അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമർപ്പിക്കാം എന്ന് പറയണം. വരുണം പറഞ്ഞു, ശരി, പക്ഷേ അങ്ങ് എന്നെ പറ്റിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇതിലിടയ്ക്ക് ഈ കുട്ടി വളർന്നു വരികയാണ്. അങ്ങനെ കുട്ടിക്ക് രോഹിതൻ എന്ന് പേരിട്ടിട്ടുണ്ട്. 8 വയസ്സ് ആയി വരാനുള്ള സമയം, അല്ലെങ്കിൽ ആ പ്രായം അപ്പോഴാണല്ലോ ഉപനയനമൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഉപനയന സംസ്കാരമൊക്കെ നടത്തുകയാണ്. ഇതിലിടയ്ക്ക് കുട്ടിയായിട്ടുള്ള രോഹിതൻ അറിഞ്ഞു, തന്നെ വളർത്തുന്നത് രാജകുമാരനാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വരുണന് ബലി കൊടുത്ത് തന്നെ യാഗത്തിൽ ഹോമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ഇത് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ധനുഷ്പാണിയായിട്ട് കാട്ടിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ആയുധവിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് നേരെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഉപനയന സംസ്കാരമൊക്കെ കഴിഞ്ഞ സമയത്ത് വരുണൻ വീണ്ടും വരുന്നു. വരുണൻ വന്ന സമയത്ത് എവിടെ രാജാവേ കുട്ടി എന്ന് ചോദിക്കുകയാണ്. ഞാനും അതാ ചോദിക്കുന്നത്, കുട്ടി എവിടെയെന്ന്, കുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ്. രാജാവ് ധൈര്യമായിട്ട് പറഞ്ഞു, കണ്ടാലല്ലേ ഹോമിക്കാൻ പറ്റൂ, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ സമയത്ത് വരുണന് കലശലായിട്ടുള്ള ദേഷ്യം വന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നെ പറ്റിക്കുകയാണെന്നുള്ളത്, അപ്പോഴങ്ങതൊന്നും കൂട്ടാക്കിയില്ല. ശരി, ഞാൻ അങ്ങയെ ശപിക്കുന്നു, അങ്ങേക്ക് മഹോദരം എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അതോടുകൂടിയിട്ട് രാജാവിന് മഹോദരം എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരികയാണ്. ആ രോഗം വന്നതോടു കൂടിയിട്ട് ശരീരത്തിലുണ്ടാകുന്ന ജലാംശമൊന്നും
പുറത്തേക്ക് പോവാതെ മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ എന്താണെങ്കിലും ശരീരത്തിലുള്ള ജലാംശമൊന്നും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ പുറത്തേക്ക് പോവാതെ വരുന്ന ഒരവസ്ഥയാണ് ഈ മഹോദരം എന്ന് പറഞ്ഞ് വയറൊക്കെ വീർത്തുമുട്ടി വരുന്ന ഒരു അവസ്ഥ. വിഷമരോഗമാണ്, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു രോഗമാണ് ഈ മഹോദരം എന്ന് പറയുന്നത്. കാട്ടിൽ പോയിട്ടുള്ള കുട്ടി അറിയുന്നുണ്ട് തൻ്റെ അച്ഛനിങ്ങനെ ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. വരാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ഇന്ദ്രൻ വന്ന് ഇന്ദ്രപ്രത്യക്ഷേധത, ഇന്ദ്രൻ വന്ന് തടയുകയാണ്. ഇപ്പോൾ പോണ്ട, പോയി കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ഹോമിക്കുകയുള്ളൂ, കുറച്ചൊക്കെ കഴിയട്ടെ, താനെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തടയുന്നുണ്ട്. അങ്ങനെ ഒരു 6 വർഷത്തോളം ഈ കുട്ടി തിരിച്ചു വരാതെ കാട്ടിൽ തീർത്ഥയാത്രയ്ക്കൊക്കെ പോവുകയാണ്. ഇന്ദ്രൻ പ്രേരിപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നീടാണ് രോഹിതൻ അവസാനം എന്താണെങ്കിലും തൻ്റെ അച്ഛനാണ്. കാരണം മാതാപിതാക്കളുടെ ദുഃഖത്തിൽ അവരെ സഹായിക്കാത്ത പുത്രൻ എന്നുള്ള പേരിനും അർഹതയില്ല എന്ന് മാത്രമല്ല, ശരിക്ക് പറയുന്നത് നമ്മുടെ പൂരുവിൻ്റെ കഥ പറയുമ്പോൾ പറയും, ഉത്തമശ്ചിന്തിതം കുര്യാത് പ്രോക്തകാരീതു മധ്യമ. ഉത്തമനായിട്ടുള്ള പുത്രനാണെങ്കിൽ അച്ഛനമ്മമാരല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇംഗിതം അറിഞ്ഞു പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹം അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ എന്നുള്ളതാണ്. പുത്രനാണെങ്കിലും പുത്രിയാണെങ്കിലും. പ്രോക്തകാരീതു മധ്യമ, മധ്യമനായിട്ടുള്ള പുത്രനോ അല്ലെങ്കിൽ പുത്രിയോ എന്ന് പറയുന്നത് പറഞ്ഞാൽ അനുസരിക്കുക, പറഞ്ഞത് ചെയ്യുക. അതും ഇല്ലെങ്കിലോ അകർത്ത ഉച്ചരിതം പിതു എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് അനുസരിക്കാത്ത ആള് ആ പേരിന് പോലും, പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്നുള്ള പേരിന് പോലും അർഹരല്ല. അച്ഛനമ്മമാരിപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നുണ്ട്, അതുപോലൊരു സാധനം എന്ന് മാത്രമേ കണക്കാക്കാനുള്ളൂ. മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള പേരിന് പോലും അവർക്ക് അർഹതയില്ല എന്ന് പറയുകയാണ്. ഇതറിയാവുന്ന ഈ കുട്ടിയായിട്ടുള്ള രോഹിതൻ വരുന്നുണ്ട്. പക്ഷേ ബുദ്ധിമാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് വരുന്നത്. അതാണ് ശുനശേപൻ. ഈ ശുനശേപൻ അവിടെ ദാരിദ്ര്യമുള്ള സമയമായതുകൊണ്ട് ഒരു ബ്രാഹ്മണന് 3 മക്കളുണ്ടായിരുന്നു. ആ 3 മക്കളിൽ നടുക്കുള്ള ആളാണ് ഈ ശുനശേപൻ. ആ ശുനശേപനെ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ആദ്യം വിചാരിച്ചു, കൊട്ടാരത്തിലേക്കല്ലേ പോകുന്നത്, ഇഷ്ടം പോലെ ഭക്ഷണവും ബാക്കിയൊക്കെ ഉണ്ടാവും, ഇല്ലത്താണെങ്കിൽ കഷ്ടിയാണ്, ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ, രാജകുമാരൻ്റെ കൂടെയല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കൊട്ടാരത്തിലങ്ങനെ കഴിയാം എന്നൊക്കെ വിചാരിച്ച് കുട്ടി വരുന്നു സന്തോഷത്തോടു കൂടിയിട്ട്. നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും അവിടെ യാഗത്തിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനെല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് വന്നത്. നേരെ കൊണ്ടുപോയിട്ട് അവിടെ യൂപത്തിൽ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. യാഗപ്പശുവിനെ ബന്ധിക്കുന്നതായിട്ടുള്ള ആ യൂപത്തിൽ ശുനശേപനെ കെട്ടിയിട്ടു. ഇതോടുകൂടിയിട്ട് കുഞ്ഞ് വാവിട്ട് കരയുകയാണ്. കുട്ടിയെ ബ്രാഹ്മണ കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടിയിട്ട് ആ കുട്ടി യജ്ഞത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന കുട്ടി ആയതുകൊണ്ട് യൂപത്തിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ബലി കൊടുക്കാനാണെന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായതുകൊണ്ട് വാവിട്ട് കരയാൻ തുടങ്ങുകയാണ്. ഹൃദയഭേദകമായിട്ടുള്ള കരച്ചിലായിരുന്നു ആ കുഞ്ഞിൻ്റെ. കൊച്ചുകുട്ടിയാണ്. എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കുന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിനെ അലിയിക്കുന്ന രീതിയിലായിരുന്നു ആ ശുനശേപൻ ആ യൂപത്തിൽ കിടന്ന് വാവിട്ട് കരഞ്ഞിരുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ മോചിപ്പിക്കാൻ ഒരാളും തയ്യാറല്ല. രാജാവായിട്ടുള്ള ഹരിശ്ചന്ദ്രനാണെങ്കിൽ തൻ്റെ ജലോദരം അല്ലെങ്കിൽ മഹോദരം എന്നുള്ള ആ മഹാവ്യാധി കൊണ്ട് ഓരോ നിമിഷവും പീഡിതനായിട്ട് കഴിയുന്ന രാജാവ് ഒരിക്കലും എന്തു വന്നു കഴിഞ്ഞാലും ശരി ഈ ഒരു ഹോമം കൊണ്ടല്ലാതെ തൻ്റെ ഈ രോഗത്തിന് ശമനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടു കൂടിയിട്ട് കഠിന ഹൃദയനായിട്ടാണ് രാജാവ് അവിടെ നിൽക്കുന്നത്. ശുനശേവനാണെങ്കിലോ ഇവനോട് ദയ കാണിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് രോഹിതൻ അറിയാവുന്നതുകൊണ്ട് രാജകുമാരായിട്ടുള്ള രോഹിതനും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ 2 പേരും 2 ഭാഗത്തും നിൽക്കുന്നു. സഭ്യരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ യജ്ഞം കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് അഴിച്ചുവിടൂ എന്നുള്ള രീതിയിൽ
ചെറിയ രീതിയിലാണ് പറയുന്നത്. കാരണം രാജാവിനോട് നേരിട്ട് അത്ര ഉച്ചമായിട്ടുള്ള രീതിയിൽ പറയാനുള്ള ധൈര്യം അവർക്കാർക്കുമില്ല. പക്ഷേ അതിൽ ധൈര്യമുള്ള ഒരാളുണ്ടായിരുന്നു. അതാണ് വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷിയെ നമുക്കറിയാം, സത്യവ്രത രാജാവിന് തൻ്റെ ഗായത്രി മന്ത്ര മഹിമ കൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള ഗതി കൊടുത്ത ആളാണ്. അത്രയും തപോനിഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, രാജാവേ, കൊച്ചു കുട്ടിയാണ്, ആ കുട്ടി അങ്ങ് അഴിച്ചുവിടൂ, വരുണൻ തൃപ്തനായിക്കൊള്ളും, അങ്ങ് അഴിച്ചുവിടൂ, ഞാനല്ലേ പറയുന്നത്, അഴിച്ചുവിടൂ എന്ന് പറയാണ്. പക്ഷെ രാജാവ് പറഞ്ഞു, ഈ ദുഃഖം അനുഭവിക്കുന്ന എനിക്ക് ഇതിൻ്റെ വേദന അറിയൂ, അതുകൊണ്ട് അഴിച്ചുവിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. പല പ്രാവശ്യം വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട് കുഞ്ഞിനെ അഴിച്ചുവിടാൻ. രാജാവ് കൂട്ടാക്കിയില്ല. അവസാനം വിശ്വാമിത്ര മഹർഷിക്ക് ദേഷ്യം വരുന്നു. വിശ്വാമിത്ര മഹർഷി നേരെ ശുനശേപൻ്റെ അടുത്ത് വരുന്നു. ശുനശേപൻ്റെ അടുത്ത് വന്ന് ആ കുഞ്ഞിന് വരുണമന്ത്രം ഉപദേശിക്കുകയാണ്. കുട്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ മന്ത്രം വളരെ വിശേഷമായിട്ടുള്ള മന്ത്രമാണ്, വരുണനെ സങ്കല്പിച്ച് നീ ഈ മന്ത്രം ജപിച്ചോളൂ, വരുണൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുകയാണ്. കുട്ടി ആർത്തനായിട്ട് മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുന്നൊരു കുട്ടിയാണ് ശുനശേപൻ. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ തട്ടി ആർത്തനായിട്ട് ആ വരുണ മന്ത്രം നിലവിളിക്കുന്നത് പോലെ അവിടെ ജപിക്കുകയാണ്. ഈ കുട്ടിയുടെ കൊച്ചുകുട്ടിയായിട്ടുള്ള ശുനശേപൻ്റെ ഈ മന്ത്രജപം വരുണൻ്റെ കാതിൽ ആർത്തനാദം പോലെ മുഴങ്ങുന്നു. വരുണദേവൻ അല്ലെങ്കിൽ വരുണ ഭഗവാൻ അവിടെ വരുന്നു. എന്നിട്ട് രാജാവിനെ ജലോദരത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ആ ജലോദരത്തിൽ നിന്ന് മോചിപ്പിച്ചു. യജിക്കാതെ തന്നെ, ശുനശേപനെ ഹോമിക്കാതെ തന്നെ അല്ലെങ്കിൽ യജിക്കാതെ തന്നെ ആ യാഗത്തിൻ്റെ ഫലം കൊടുത്തു. യാഗത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലോദരത്തിൽ നിന്നുള്ള മോചനം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ സുഖമായി അല്ലെങ്കിൽ രോഗാവസ്ഥയും കഷ്ടതയൊക്കെ നീങ്ങി സ്വസ്ഥനായി തീർന്നു എന്നാണ് ഇവിടെ വരുന്ന കഥ. പിന്നീടാണ് ആ ശുനശേപൻ്റെ കഥ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ വിശേഷമായിട്ടുള്ളൊരു ഭാഗം, ഇത് ഒരു ഭാഗമായിട്ടുള്ള കഥയാണ്. ഇതിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, സത്യവ്രതൻ്റെ വംശത്തിലാണ് ഹരിശ്ചന്ദ്രൻ ഉണ്ടാവുന്നത്. ഹരിശ്ചന്ദ്രനും സത്യനിഷ്ഠയോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു. ആസക്തി വന്ന സമയത്താണ് ഈ ഹരിശ്ചന്ദ്രൻ അല്ലെങ്കിൽ ഈ തപോനിഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തപശ്ചര്യയിൽ ദൃഢനിഷ്ഠ ഉണ്ടായിരുന്ന ഇദ്ദേഹം സത്യമാകുന്ന വ്രതത്തോടു കൂടി ആൾ തന്നെയായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഈ അനർത്ഥങ്ങൾ മുഴുവൻ, അപകടങ്ങൾ മുഴുവൻ ഉണ്ടായത് ആസക്തി വന്ന സമയത്താണ്, അല്ലെങ്കിൽ തൻ്റെ പുത്രനിലുള്ള മമത വന്ന സമയത്താണ്. സാധാരണ 3 തരത്തിലുള്ള ഏഷണകളാണ് ജീവനെ ബന്ധിക്കുന്നത്. ലോകേഷണ, പുത്രേഷണ, വിത്തേഷണ. 3 തരത്തിലുള്ള ഏഷണകളാണ്. വിത്തേഷണ സമ്പത്തിലുള്ള അല്ലെങ്കിൽ ധനാദികളിലുള്ള ആഗ്രഹം, ആ ആഗ്രഹം ഒരു പാശമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യും കാലും കെട്ടിയിടപ്പെടുന്നു, സംസാരത്തിൽ ബദ്ധനായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പുത്രേഷണ. പുത്രൻ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ പുത്രനുള്ള ഏഷണ, ആസക്തിയാണ് ഈ രാജാവിന് ഇത്രയൊക്കെ അനർത്ഥം ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ഈ സത്യവ്രതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ സത്യവ്രതം എന്നുള്ള രീതിയിൽ ദശമസ്കന്ധത്തിലൊരു സ്തുതി വരുന്നുണ്ട്. ഗർഭഗതനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും കൂടി വന്ന് സ്തുതിക്കുന്നുണ്ട്. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. സത്യമാകുന്ന ഒരേ ഒരു വ്രതം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമഃ പരമം മമ എന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്ന ആ പരമമായിട്ടുള്ള തത്വം, ഓരോ ജീവൻ്റെയും ലക്ഷ്യസ്ഥാനമായ ആ സത്യത്തെ പ്രാപിക്കാനുള്ള, പരമമായിട്ടുള്ള സത്യത്തെ പ്രാപിക്കാനുള്ള ജീവൻ്റെ യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ജീവൻ്റെ യാത്രയിൽ വിജയം നേടണമെന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ
ജീവിതത്തിൽ അത്യാവശ്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ് സത്യമാകുന്ന വ്രതം. ആ സത്യമാകുന്ന വ്രതത്തോടു കൂടിയിട്ട് മാത്രമേ നമുക്ക് സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ ദ്വാസുപർണ സയുജാസഖായ സമാനം വൃക്ഷം പരിഷസ്വജാതെ എന്ന് പറഞ്ഞ് ശ്രുതിയിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും എല്ലാം കാണിക്കുന്ന ആ ഒരു സംസാര വൃക്ഷത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ സംസാര വൃക്ഷത്തിൽ താഴെ കൊമ്പിലിരുന്ന് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നതായിട്ടുള്ള ജീവൻ്റെ ദയനീയമായിട്ടുള്ള ചിത്രമാണ് ഇവിടെ പുത്രൻ്റെ ആ ആസക്തിയിൽ അല്ലെങ്കിൽ പുത്രമോഹത്തിന് വശംഗതനായിട്ടുള്ള ഹരിശ്ചന്ദ്രനിലൂടെ കാണിക്കുന്നത്. വേറെ യാതൊരു ന്യൂനതകളും ഇല്ലാതിരുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്ര രാജാവ് വളരെ ധർമ്മിഷ്ഠനും സത്യസന്ധനും എല്ലാ കാര്യങ്ങളും തൻ്റെ പൂർവികരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചെയ്തതായിരുന്ന ആ രാജാവ് ഈ ഒരു മോഹത്തിന് എപ്പോഴാണോ വശഗതനായി തീർന്നത്, അല്ലെങ്കിൽ പുത്രേഷണയ്ക്ക് എപ്പോഴാണോ അടിമയായി തീർന്നത്, ആ സമയം മുതൽ വരുണനോട് കളവ് പറയാൻ തുടങ്ങുകയാണ്. സത്യത്തിൻ്റെ ആ പാലനത്തിന് വേണ്ടി സത്യനിഷ്ഠയ്ക്ക് പേരുകേട്ടതായിട്ടുള്ള ഹരിശ്ചന്ദ്ര രാജാവ് ഓരോ നിമിഷം തോറും കളവ് പറഞ്ഞ് സ്വയം തന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, സ്വയം മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ലജ്ജയില്ലാണ്ട് പ്രവർത്തിക്കുന്നു. മോഹമേവ കാരണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ജീവന് വരുന്ന ഓരോ കാര്യവും. കാരണം ഈ സംസാരത്തിലെ പദാർത്ഥങ്ങളിൽ സത്യത്വ ബുദ്ധിയോട് കൂടിയിട്ട് ഈ സംസാരത്തിൽ ജീവിക്കുന്ന സമയത്ത് അസാരേ ഖലു സംസാരേ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഈ സംസാരത്തെ പറയുന്നത്. അസാരമായിട്ടുള്ള ഈ സംസാരത്തിൽ, അസാരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ സാരമായിട്ടുള്ളതൊന്നും ഈ സംസാരത്തിലില്ല. സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള ഒരു ഉണ്മ എന്നുള്ളത് ഈ സംസാരത്തിനില്ല. സംസാരത്തിന് മുഴുവൻ അസ്തിത്വം കൊടുക്കുന്നതായിട്ടുള്ള സത്യം, ആ പരമമായിട്ടുള്ള സത്യം മാത്രമാണ് ഇതിന് ഉണ്മയായിട്ടുള്ളത്. അല്ലാതെ ഈ സംസാരത്തിന് പ്രത്യേകിച്ച് സാരം ഇല്ല എന്ന് പറയുകയാണ്. മാത്രമല്ല സംസാരം നീരസമായിട്ടുള്ളതാണ്. സംസാരത്തിലെ ഒരു വസ്തുക്കളും ഇന്ന് വരെയും ഒരാളെയും സന്തോഷിപ്പിച്ചിട്ടില്ല. ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങൾ, പ്രപഞ്ചത്തിലുള്ള പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങൾ, ഈ ഭൗതിക വസ്തുക്കൾ മുഴുവൻ നേടിയെടുത്ത് തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ സന്തോഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രയത്നത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. രണ്ട് തരത്തിലുള്ളതും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു വിഭാഗം മാത്രമാണ് ഇടയ്ക്ക് ഓടാതിരിക്കുന്നത്. രണ്ട് തരത്തിൽപ്പെട്ട ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതോ, ഒന്ന് തൻ്റെ കുംഭ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു, മറ്റൊന്ന് തൻ്റെ കുംഭ കുറയ്ക്കാൻ വേണ്ടി ഓടുന്നു. അല്ലേ? രാവിലെ നമുക്ക് കാണാം, ഓട്ടക്കാരാണ്. ഒന്ന് കുക്ഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്, മറ്റൊരു വിഭാഗം ലോകത്ത് തൻ്റെ കുംഭ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. ഈ രണ്ട് കൂട്ടരും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തൊരു വിഭാഗമാണ് കുംഭ കുറഞ്ഞാലും കുഴപ്പമില്ല, കുംഭ നിറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഉദാസീനരായിട്ടുള്ള, ഉദാസീന വയം സർവേ. ഭഗവാൻ 60-ാമത്തെ അധ്യായത്തിൽ രുക്മിണിയോട് പറയുന്ന സമയത്ത് ഭഗവാൻ രുക്മിണിയുമായിട്ടുള്ള സംവാദത്തിൽ പറയും, ഉദാസീന വയം സർവേ, ഞങ്ങളൊക്കെ ഉദാസീനരായിട്ടുള്ള ആളുകളാണ്. നസ്ത്രീപത്യാർത്ഥ കാമുക, ഈ സ്ത്രീയിലോ ഭാര്യയിലോ മക്കളിലോ സമ്പത്തിലോ ഇതൊന്നും ഞങ്ങൾക്ക് വലിയ ആസക്തിയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കഴിഞ്ഞു കൂടുന്നു, ഇങ്ങനെയുള്ളൂ. അപ്പം ഈ ഓടുന്ന രണ്ട് കൂട്ടർക്കും സ്വസ്ഥതയില്ല എന്ന് പറയുകയാണ്. അതുതന്നെയാണ് ഇവിടെ മഹോദരം എന്നുള്ള രീതിയിൽ കാണിക്കണതേ, അല്ലേ? വയറ് വലുതാവുക എന്നുള്ളതാണ് മഹോദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വയറ് വലുതാവും തോറല്ലേ നിറയ്ക്കാൻ ബുദ്ധിമുട്ട്. ചെറിയ വയറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് വലുതാവുകയാണേ. അപ്പോൾ ഈ കുക്ഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരാക്രമം മുഴുവൻ, അല്ലെങ്കിൽ ഈ ഓട്ടം മുഴുവൻ. ഇവിടെ ഈ ഓട്ടം എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആർത്തിക്ക് വല്ല പരിഹാരവും ഉണ്ടോ? ഇല്ല. ആർത്തി തീർക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ?
ആരെക്കൊണ്ടും പറ്റില്ല എന്ന്. ആവശ്യങ്ങൾ നമ്മുടെ തീർക്കാം, പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മനുഷ്യൻ ഈ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും തൻ്റെ ഓട്ടത്തിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ആർത്തിയാണ്. അതിനെ തന്നെയാണ് ഈ ആസക്തി അല്ലെങ്കിൽ തൃഷ്ണ എന്ന് പറയും. എത്ര കിട്ടിയാലും വീണ്ടും കുറച്ചും കൂടി പോന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള ആ തൃഷ്ണയാണ് നമുക്ക് ഈ സംസാരത്തിൽ ബദ്ധ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പം എപ്പോഴാണോ സത്യവിമുഖമായിട്ട് പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിട്ടല്ലെങ്കിൽ പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനമായിട്ടിരിക്കുന്ന ആ ഒരു പരമമായിട്ടുള്ള സത്യത്തിൽ നിന്ന് വിമുഖമായി എപ്പോഴാണോ നമ്മൾ പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി കണ്ട് പ്രാപഞ്ചിക വിഷയങ്ങളെല്ലാം എത്ര കണ്ട് കൂടുതൽ നേടിയെടുക്കാൻ കഴിയുമോ അത്ര കണ്ട് തൻ്റെ വിജയമാണ്, തൻ്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കലാണത് എന്നുള്ള ഭാവനയിലേക്ക് നമ്മൾ മാറുന്നത്, അത്രത്തോളം നമുക്ക് തൃഷ്ണ കൂടി വരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ സാംസാരിക വസ്തുക്കളുടെ പുറകെ ഓടുകയാണ്. ഈ സാംസാരിക വസ്തുക്കളെ നേടിയെടുക്കാൻ വേണ്ടി ഓടി 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 അവസാനം എവിടെ എത്തുന്നു? അവിടെയാണ് ശാസ്ത്രത്തിൽ കസ്തൂരിമാനിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. കസ്തൂരി മൃഗം നല്ല സുഗന്ധം ശരിക്കും അതിനെ അനുഭവിക്കുന്നുണ്ട്. കസ്തൂരിമാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല കസ്തൂരിയുടെ സുഗന്ധം അങ്ങനെ ചുറ്റും പരക്കുന്നു. മാൻ നോക്കുന്ന സമയത്താണെങ്കിലോ വളരെ മോഹിപ്പിക്കുന്ന മതിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗന്ധം തൻ്റെ അടുത്തങ്ങനെ വരുന്നുണ്ട്. ഈ ഗന്ധത്തെ എവിടെ നിന്നാണോ ഈ ഗന്ധം വരുന്നത് അതിൻ്റെ കേന്ദ്രത്തെ അന്വേഷിച്ച് അങ്ങനെ ഓടി ഓടി വേറൊന്നിലും ശ്രദ്ധയില്ലാണ്ട് അങ്ങനെ ഓടി 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 അവസാനം മരുഭൂമിയിൽ വീണ് ആ കസ്തൂരി മൃഗം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. വാസ്തവത്തിൽ സ്വന്തം നാഭിയിൽ നിന്നായിരുന്നു ആ കസ്തൂരിയുടെ മണം വന്നിരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മരുഭൂമിയിൽ വീണ് മരിക്കാൻ വിധിക്കപ്പെട്ട ആ കസ്തൂരി മൃഗത്തിനെ പോലെയാണ് സംസാരത്തിൽ സുഖമന്വേഷിച്ച് സംസാരത്തിൽ വീണ് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്നുള്ള ഭാവത്തിൽ ഈ സംസാര ചക്രത്തിലേക്ക് കൂപ്പുകുത്തുന്നതായിട്ടുള്ള നമ്മുടെ അവസ്ഥ. ഇന്നലെ വരെ ഒരു മനുഷ്യനെയും ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു വസ്തുക്കളും സന്തോഷിപ്പിച്ചിട്ടില്ല എങ്കിൽ, പൂർണ്ണമായി സുഖിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനി നാളെയും ആരെയും സന്തോഷിപ്പിക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടുകൂടി വീണ്ടും ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ എത്ര കണ്ട് നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സമ്പാദിച്ച് തൻ്റെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ കസ്തൂരി മൃഗത്തെ പോലെയല്ലേ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ സത്യനിഷ്ഠനായ സത്യവ്രതനായ ഹരിശ്ചന്ദ്രൻ വിഷയത്തിൽ ആസക്തി വന്നതോടുകൂടിയിട്ട് മഹോദരത്തിൻ്റെതായിട്ടുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. രണ്ടാമതൊരു ഹരിശ്ചന്ദ്രനെ കൂടി കാണിച്ചു തരുന്നുണ്ട്. തൻ്റെ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ കുഞ്ഞിനെ, തൻ്റെ ഭാര്യയെ, തൻ്റെ ചക്രവർത്തി പദത്തെ ഇതിനെയെല്ലാം ത്യാഗം ചെയ്ത് ശ്മശാനത്തിൻ്റെ കാവൽക്കാരനായിട്ട് കാശിയിൽ ശവത്തെ ദഹിപ്പിക്കുന്ന ജോലി ചെയ്ത് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള അല്ലെങ്കിൽ ആ വിശ്വാമിത്രൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടി അത്രയധികം ത്യാഗം ചെയ്ത ആ ഹരിശ്ചന്ദ്രൻ അവസാനം പരമമായിട്ടുള്ള സത്യപദത്തെ പ്രാപിക്കുന്നതായിട്ടുള്ളൊരു കഥ ഇതിൻ്റെ വേറൊരു വശമുണ്ട്. രണ്ട് ഭാഗങ്ങളെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അവിടെയാണ് പറയുന്നത് ദ്വാസുപർണ സയുജാസഖായ എന്ന് നേരത്തെ നമ്മൾ ദൃഷ്ടാന്തം പറഞ്ഞതിൽ താഴത്തിരിക്കുന്ന പക്ഷിയുടെ കാര്യമാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷിക്ക് ഒരിക്കലും വായ അടക്കി വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം ഓരോ നിമിഷവും നോക്കുന്ന സമയത്ത് മനോഹരങ്ങളായിട്ടുള്ള പഴങ്ങളിങ്ങനെ നിൽക്കുകയാണ് നാല് ഭാഗത്തും. കാണുമ്പോൾ ഭംഗിയുണ്ട്, കടിച്ചു നോക്കും. കാണുമ്പോഴുള്ള ഭംഗിയല്ല കടിക്കുമ്പോൾ ഉള്ളത്. കടിച്ചപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ചവർപ്പായതോടുകൂടി അതൊക്കെ തുപ്പിക്കളഞ്ഞു, വായൊക്കെ ഒന്ന് നന്നാക്കി. പിന്നെ നോക്കുമ്പോൾ ഏതോ ഒരു പഴം കടിച്ചപ്പോൾ ഒരു മധുരം വന്നു. സമാധാനമായി, കുഴപ്പമില്ല, ഇതിൽ മുഴുവൻ നല്ല പഴം മധുരമുള്ളതാണ് എല്ലാ പഴങ്ങളെന്ന് വിചാരിച്ച്
അത് കഴിച്ചു, വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പഴം കഴിച്ചപ്പോൾ അത് വീണ്ടും ചവർപ്പ്. ഇങ്ങനെ മാറി മാറി ജീവിതത്തിലുള്ള അനുഭവങ്ങളെയാണ് ഇവിടെ പഴങ്ങളായിട്ട് പറഞ്ഞത്. ഈ സംസാര വൃക്ഷത്തിൽ 2 തരത്തിലുള്ള പഴങ്ങളാണുള്ളത്, ഒന്ന് മധുരമുള്ളതും ഒന്ന് ചവർപ്പുള്ളതും. ഇതുപോലെ നമ്മുടെ ഈ സംസാര വൃക്ഷത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖ ദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുകയാണ് ഈ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഓരോ അനുഭവങ്ങളും നമ്മൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നു. നമ്മളെല്ലാം കയറി പിടിക്കുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? തനിക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളെയും നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും സുഖം മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതിന് എങ്ങനെ ഇതിൽ നിന്നൊന്ന് മോചനം നേടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനും ശ്രീമദ് ഭാഗവതത്തിലെ വ്യാസമഹർഷി വളരെ മനോഹരമായിട്ട് നമുക്കൊരു ഉപായം പറഞ്ഞു തന്നിട്ടുണ്ട്. സ്കന്ധമാരുഹ്യതാമിതി എന്ന ദശമസ്കന്ധത്തിൽ രാസക്രീഡയെക്കുറിച്ചിട്ട് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ കഥകളൊക്കെ, അല്ലെങ്കിൽ കഥകളിൽ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ ഭഗവാൻ കൊളുത്തി വച്ചിരിക്കുന്നത്. നമ്മളോട് പറയാണ്, താഴെ ഇരുന്ന് വിഷമിക്കുന്നതായിട്ടുള്ള ജീവനാകുന്ന പക്ഷിയോട് പറഞ്ഞു, സ്കന്ധേ ആരുഹ്യതാം, തൊട്ടടുത്ത് കാണുന്ന ആ കൊമ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു. കാരണം ആ കൊമ്പിൽ ഉന്നതമായിട്ടുള്ള, അല്ലെങ്കിൽ താനിരിക്കുന്ന കൊമ്പിൻ്റെ മുകളിലുള്ള ആ ശാഖയിൽ വേറൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അനശ്നൻ അന്യോ അഭിചാകശീതി. ആ പക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പഴങ്ങളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഖത്ത് ചവർപ്പോ കയ്പോ ഒന്നും ഉണ്ടാവുന്നില്ല. ശാന്തനായിട്ട് അഭിചാകശീതി. മറ്റേ പക്ഷിയെ നോക്കുന്നു, അവൻ്റെ മുഖഭാവങ്ങൾ മനസ്സിലാക്കുന്നു, തന്നെയും കാണുന്നു, പക്ഷേ ശാന്തനായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. താഴെ ഇരിക്കുന്ന പക്ഷിക്ക് മറ്റേ പക്ഷിയെ ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം പഴങ്ങളിലേക്കാണ് നോട്ടം മുഴുവൻ. പണിയില്ലാത്തത് കൊണ്ട് മുകളിലിരിക്കുന്ന പക്ഷി ഉദാസീനനാണ്. നേരത്തെ പറഞ്ഞു ഉദാസീന വയം സർവേ, ആസീന. ഉദാസീന എന്നുള്ളതാണ് ഉന്നതമായിട്ടുള്ള നിലയിൽ, അല്ലെങ്കിൽ ഉയർന്ന നിലയിലിരിക്കുന്ന ആളെയാണ് ഉദാസീനൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ലൗകികമായിട്ടുള്ള ഭാഷയിൽ ഒന്നിനും കൊള്ളാണ്ട് ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്നവനല്ല ഉദാസീനൻ എന്ന് പറയുന്നത്. ആസീന, ഉയർന്ന നിലയിൽ നമ്മുടേതായിട്ടുള്ള സാംസാരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ നിന്നും ഉയർന്ന് തൻ്റെ സ്വരൂപമാകുന്ന ആത്മദൃഷ്ടിയിലേക്ക് ദൃഷ്ടി പായിച്ച ആൾ, അല്ലെങ്കിൽ ആ ഭാവത്തിലേക്ക് ദൃഷ്ടി വിടർന്ന ആളെയാണ് ഉദാസീനൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലിരിക്കുന്ന പക്ഷി ഉദാസീനനായിരിക്കുന്നു. ആ ഉദാസീനനാവണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു സ്കന്ധമാരുഹ്യതാം, അടുത്ത ശാഖയിലേക്ക് ഒന്ന് കയറിയാൽ മതി എന്ന് പറയുകയാണ്. ആ ശാഖയിലേക്ക് കയറാൻ എന്താ ചെയ്യുക? അവിടെയാണ് സത്യവ്രതം, സത്യപരം, ത്രിസത്യം. സത്യമാകുന്ന വ്രതത്തോടു കൂടിയിട്ടല്ലെങ്കിൽ ജീവിതത്തിൽ സത്യം എന്നുള്ള വ്രതം അനുഷ്ഠിക്കുന്ന ആളിന് മാത്രമേ ഈ താഴെ ശാഖയിൽ നിന്ന് മുകളിലെ ശാഖയിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടാവൂ എന്നുള്ളതാണ്. തൊട്ടടുത്താണെങ്കിൽ കൂടിയിട്ട് ആത്മീയമായിട്ടുള്ള വികാസം ഉണ്ടാവണമെങ്കിൽ, അന്ധകരണ ശുദ്ധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അതിനുള്ള യോഗ്യത വരണം എന്നുണ്ടെങ്കിൽ വ്യാവഹാരികമായിട്ടുള്ള സത്യം നമ്മൾ പാലിക്കണം. ആ സത്യമാകുന്ന വ്രതം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ വ്രതത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ അന്ധകരണ പരിശുദ്ധി നേടി നമുക്ക് ഉയരാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യമേവ ജയതേ ന അനൃതം സത്യേന പന്ഥാവിതതാ ദേവയാനഃ. അത്ര മനോഹരമായിട്ടാണ് ശ്രുതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാണ് വിതതമായിട്ടുള്ള ദേവയാനം കാണുന്നത്. വിസ്തീർണമായിട്ട് ദേവയാനം, ദേവമാർഗം ആരുടെ മുമ്പിലാണ് തുറന്നിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യമാകുന്ന വ്രതത്തെ ജീവിതത്തിൽ പാലിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ജീവിതം സത്യത്തിന് നേർക്ക് തിരിച്ചു വെച്ച ആൾക്ക് മാത്രമാണ് ദേവയാനത്തിലൂടെ മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഏതെല്ലാം തരത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആത്യന്തികമായിട്ട് ജയം എന്ന് പറയുന്നത് സത്യത്തിന് മാത്രമായിരിക്കും. സത്യമേവ ജയതേ. ശ്രുതിയിൽ ഇത്രയും പവിത്രമായിട്ടും പറഞ്ഞിട്ടുള്ള ആ സത്യം ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിലെ സത്യത്തിൻ്റെ മഹത്വം
സത്യത്തിൻ്റെതായിട്ടുള്ള ആ ദൃഢനിശ്ചയം, അല്ലെങ്കിൽ കഴിയാവുന്ന രീതിയിൽ വാചികമായിട്ടും മാനസികമായിട്ടും എല്ലാം സത്യത്തിന് നമ്മൾ കൊടുക്കേണ്ട മഹത്വം പൂർണ്ണമായിട്ടും നമുക്ക് പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടിയിട്ട് ആ സത്യത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മഹദ്ദൃഷ്ടി, മഹത്വഭാവന നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ഉയരാൻ തുടങ്ങുന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ തന്നെ നടക്കുമോ, മുഴുവൻ സത്യം എന്നുണ്ടെങ്കിൽ നടക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ കാരണം നമ്മൾ സത്യത്തെ നമ്മൾ താഴെ തലത്തിലേക്ക് വലിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് പാലിക്കാൻ പൂർണ്ണമായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാറ്റിവെച്ച് സത്യത്തിന് ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കുക. തനിക്ക് പ്രാപിക്കാൻ, തനിക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല, അത് തൻ്റെ കുഴപ്പമാണ്, സത്യത്തിൻ്റെ കുഴപ്പമല്ലേ. തനിക്കതിനുള്ള യോഗ്യത പൂർണ്ണമായിട്ടാവുന്നില്ല, ഭഗവാനോട് പ്രാർത്ഥിക്കുക, തനിക്ക് ആ ഒരു നിലയിലെത്താൻ തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. കാരണം ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. ഒരിക്കലും പ്രാർത്ഥിക്കുന്നവരെ കൈവിടാത്ത ആളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ആ ഹരിശ്ചന്ദ്രൻ്റെ കഥയിലൂടെ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സത്യപാലനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക. അഗ്നിപരീക്ഷകളെ അതിജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിശ്ചന്ദ്രൻ്റെ കഥ കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ ആ അഗ്നി പരീക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമാണ്. തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്കും ആ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. രണ്ടാമതൊരു കഥ കൂടിയുണ്ട്. അതാണ് ഗംഗാവതരണ കഥ. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. ഈ ഗംഗാവതരണ കഥയിൽ ബാഹുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിൻ്റെ കഥയിലൂടെ ആണ് തുടങ്ങുന്നത്. അരോഹിതൻ്റെ വംശത്തിൽ വരുന്ന ഇതെല്ലാം ഒരു വലിയ വംശാവലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വംശത്തിലാണ് ബാഹുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ബാഹുകൻ കുറച്ച് വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റാണിയുണ്ട്. റാണി ഗർഭിണിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ശത്രുക്കൾ രാജ്യം ആക്രമിച്ചു. രാജ്യം ശത്രുക്കൾ ആക്രമിച്ച് കീഴടക്കിയ സമയത്ത് ഈ ബാഹുകൻ പത്നിയോട് കൂടിയിട്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജീവൻ അപായത്തിലാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞുകൂടി. പക്ഷേ ഇത്തിരി വൃദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാലക്രമത്തിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു. രാജാവ് മരിച്ചതോടു കൂടിയിട്ട് റാണി കൂടെയുണ്ട്. റാണി ദുഃഖിതയായി. റാണി രാജാവിൻ്റെ ശരീരത്തോട് കൂടിയിട്ട്, ആ കാലത്ത് സതി അനുഷ്ഠിക്കുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. സതി അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് റാണി തീരുമാനിച്ച സമയത്ത് ആ കാട്ടിലുള്ള താപസന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, റാണി ഗർഭിണിയാണ്, അതുകൊണ്ട് ഉള്ളിലൊരു കുഞ്ഞുള്ളതുകൊണ്ട്, രാജകുമാരനുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അഗ്നിപ്രവേശം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവർ തടയുകയാണ്. അങ്ങനെ അവർ തടഞ്ഞു. അതോടുകൂടിയിട്ട് റാണി മരിച്ചില്ല. പക്ഷേ സപത്നിമാരായിട്ടുള്ള വേറെയുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കതൊരു വിഷമമായതോട് കൂടിയിട്ട് പതുക്കെ എങ്ങനെയൊക്കെയോ ഈ റാണിയുടെ അടുത്ത് വന്ന് റാണിക്ക് വിഷം കൊടുക്കുകയാണ്. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവരെല്ലാവരും കൂടി വിഷമൊക്കെ കൊടുത്തു. പക്ഷേ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതിൻ്റെ മുമ്പിൽ ബാക്കിയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളുടെയൊക്കെ എന്ത് പ്രയത്നം ഉണ്ടെങ്കിലും വളരെ നിസ്സാരമല്ലേ. അതുകൊണ്ട് തന്നെ വിഷം കൊടുത്തെങ്കിൽ കൂടിയിട്ട് ഈ കുഞ്ഞ് മരിച്ചില്ല. മഹർഷിമാരുടെയൊക്കെ അനുഗ്രഹവും അതുപോലെ ഭഗവാന്റെ ഒരു സങ്കല്പം കൂടി ആയിരിക്കാം. ഈ വിഷത്തോടു കൂടിയിട്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് മഹർഷിമാരെല്ലാവരും കൂടി പേര് വെച്ചത് സഗരൻ എന്നാണ്, ഗരത്തോടു കൂടിയ ആൾ എന്നുള്ളതിൽ. അങ്ങനെ ഈ സഗരൻ വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സഗരൻ്റെ കാര്യത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുന്നത് വാസ്തവത്തിൽ കാട്ടിലാണ്. പക്ഷെ ആ കാട്ടിൽ ഔർവ മഹർഷി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തപോനിഷ്ഠനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ മഹർഷിയുടെ ശിക്ഷണത്തിലും ബാക്കിയൊക്കെയാണ് വളരുന്നത്. അങ്ങനെ ഈ സഗരൻ ഔർവ മഹർഷിയെ തൻ്റെ കുലഗുരുവായിട്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗുരു പാരമ്പര്യത്തിൽ അദ്ദേഹം വരികയാണ്.
അങ്ങനെ അദ്ദേഹം അനവധി യജ്ഞങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാട്ടിൽ ജനിച്ചതായിട്ടുള്ള ഈ സഗരൻ ചക്രവർത്തിയായി മാറുകയാണ്. ഇതിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ളൊരു സഗരൻ ചക്രവർത്തിയായോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വളരെ വിശേഷമായിട്ടുള്ള ഒരു സന്ദേശം വ്യാസമഹർഷി ഇതിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, സാധാരണ പറയാറുള്ളതാണ് മാതാ പിതാ ഗുരു ദൈവം, അല്ലേ? ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പാക്കിയിട്ട് നമുക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഒരു ജീവനെ സംബന്ധിച്ച് മാതാവ്, പിതാവ്, ഗുരുനാഥൻ, ഈശ്വരൻ. ഇതിനെ നമുക്കൊരു ചെറിയ സിമ്പലായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു സിംബോളിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു 4 ബോളാണതെന്ന് വിചാരിക്കുക. ഒരു ചങ്ങലയിലുള്ള 4 ബോളാണ് ഇത്. മുകളിൽ ദൈവം, അതിൻ്റെ തൊട്ട് താഴെ ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, അതിൻ്റെ തൊട്ട് താഴെ ഗുരു, അതിൻ്റെ തൊട്ട് താഴെ പിതാവ്, മാതാവ്, തൊട്ട് താഴെ താൻ. ഇങ്ങനെ ഒരു ചങ്ങലയാണിത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചങ്ങലയിൽ താഴെ, ഏറ്റവും താഴെ കിടക്കുന്നൊരു ബോളാണ് താൻ, അല്ലെങ്കിൽ ജീവൻ. ഈ ജീവൻ മാതാപിതാക്കന്മാരിലൂടെ നമുക്ക് ഈ ശരീരരൂപത്തിൽ വന്നു. ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചങ്ങലയിലുള്ള 4 ബോളുകളിൽ ഈശ്വരനാകുന്ന ആ ഒരു ആദ്യത്തെ ബോൾ, അല്ലെങ്കിൽ അതിലാണ് ഇതെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഈശ്വരനിൽ തുടങ്ങിയിട്ട് ആ ചങ്ങലയിൽ വരുന്ന അടുത്ത കണ്ണിയാണ് ഗുരു എന്നുള്ളത്, അല്ലേ? ഈശ്വരൻ തൊട്ട് താഴെയാണ് ഗുരു. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണി മുറിഞ്ഞു പോയിരിക്കുക, അല്ലേ? ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഗുരു എന്നുള്ളത്. ആ ഗുരുനാഥനാകുന്ന ഒരു കണ്ണി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കാട്ടിൽ ജനിച്ചതായിട്ടുള്ള, രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട്, തൻ്റെ എല്ലാ സമ്പത്തുക്കളും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് കാട്ടിൽ ജനിക്കാൻ ഇടവന്നതായിട്ടുള്ള സഗരന് തൻ്റെ ചക്രവർത്തി പദം വീണ്ടെടുക്കാൻ സാധിച്ചത് ഔർവനാകുന്ന മഹർഷിയുടെ ആ ഗുരുത്വത്തിൽ, അല്ലെങ്കിൽ ആ ശിക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് പാലിച്ചതുകൊണ്ടാണ് എന്നുള്ളത് ഈ കഥയിലൂടെ കാണിച്ചു തരുന്ന സമയത്ത്, നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ദുഃഖിതരായിരിക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് കാരണം നമുക്ക് മാർഗദർശനം നൽകാൻ ഒരു ഗുരു നമുക്ക് ഇല്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവരെ നമ്മൾ ആ ഒരു ഭാവത്തിൽ കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ശരി തെറ്റുകളെ പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം എങ്ങനെയായാൽ തനിക്ക് മുന്നോട്ട് നീക്കാം, അല്ലെങ്കിൽ തനിക്ക് ശ്രേയോമാർഗം എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ ഒരാളെ നമുക്ക് കാണുന്നില്ല. കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് ഗുരു. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്നാണ്. നമുക്ക് ചോദിക്കാൻ, അന്വേഷിക്കാൻ ആരുമില്ല. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്ന് ഭഗവാൻ സുദാമാവിനോട് കൂടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നു. ഒരു സദ്ഗുരുനാഥൻ്റെ കൃപ, അല്ലെങ്കിൽ ഒരു സദ്ഗുരുനാഥൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആർക്കാണോ ഗുരുനാഥൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവുന്നത്, ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ശാന്തി ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനിലേക്കുള്ള ആ ഒരു യാത്രയിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കണ്ണിയാകുന്ന ഗുരുനാഥൻ എന്നുള്ള സ്ഥാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശൂന്യമായതുകൊണ്ട് നമ്മളൊക്കെ എങ്ങനെയുള്ള ആളുകളാണ്? ഗുരുക്കന്മാരില്ലാത്ത ആളുകളാണ്, അല്ലേ? ഗുരു ഉള്ളവനാണ് ഗുരുത്വം ഉണ്ടാവുക. ഗുരോഹോ ഭാവം ഗുരുത്വം എന്നുള്ളതാണ്. അപ്പോൾ ഗുരു ഉള്ള ആൾക്കാണ് ഗുരുത്വമുള്ളത് എന്ന് പറയാവുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ എങ്ങനത്തെ ആളുകളായി മാറി? ഗുരുത്വം ഇല്ലാത്ത ആളുകളായി മാറി. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരിക്കലും ജീവിതത്തിൽ പൂർണ്ണമായിട്ടൊരു ഗുരുവിനെ നമ്മൾ ആശ്രയിക്കുന്നില്ല. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ഗുരുക്കന്മാരെ ആശ്രയിക്കുന്ന ആളുകളുണ്ടെങ്കിലും സാമാന്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ ഒരു ഗുരുത്വം നമ്മുടെ ജീവിതത്തിൽ വരാത്തത് കൊണ്ട് തന്നെ, ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മഹത്വം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതമാകുന്ന ഈ യാത്രയിൽ പലപ്പോഴും നമ്മുടെ കാലിടറിപ്പോകുന്നു. ജീവിത വിജയം നേടേണ്ടിടത്ത് പലയിടത്തും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മളെ പരാജയം അല്ലെങ്കിൽ പരാഭവം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെല്ലാം നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വീണ്ടും അവസാനം ഒരു ശൂന്യത നമ്മളെ ഗ്രസിക്കുന്നു. ഇതിന് കാരണം ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ളൊരു ഭാവമാകുന്ന ഗുരുത്വം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ് എന്നുള്ളതാണ്. ആ ഒരു ഗുരുത്വം അല്ലെങ്കിൽ മഹത്തായിട്ടുള്ള ഏതെങ്കിലും യോഗ്യനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലാത്ത ആളാണെങ്കിൽ കൂടിയിട്ട് അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ ആനന്ദ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിട്ട് വിലസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ്. ആനന്ദമനുഭവിക്കാനോ സന്തോഷം അനുഭവിക്കാനോ ഭൗതിക പദാർത്ഥങ്ങളുടെ പരിമിതികളില്ല എന്നുള്ളത് ശാസ്ത്രം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. ഭൗതിക പദാർത്ഥങ്ങൾ എത്ര കണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ഒരിക്കലും നമ്മൾ സുഖവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നതിനുള്ള മാനദണ്ഡമല്ല എന്നുള്ളതാണ്. ഇതെല്ലാം ആവശ്യമാണ്. ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. പക്ഷേ സന്തോഷിക്കുന്നതിന് എത്ര കണ്ട് എന്നുള്ളതിൻ്റെ മാനദണ്ഡമല്ല എന്നുള്ളത് പറയുന്നു. അതുകൊണ്ട് തന്നെ ആത്മതൃപ്തി നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഗുരുനാഥന്മാരുടെ ഉപദേശപ്രകാരം സാധനകൾ അനുഷ്ഠിക്കുക. എങ്ങനെയാണോ ആ 4 കണ്ണികളോട് കൂടിയതായിട്ടുള്ള ആ ചങ്ങല മുകളിൽ ഉറപ്പിച്ചതായിട്ടുള്ള ആ ചങ്ങലയിൽ സ്വതന്ത്രമായിട്ടും സ്വച്ഛമായിട്ടും നിർഭയമായിട്ടും ആ ബോളിന് തൂങ്ങിക്കിടക്കാൻ കഴിയുന്നത്, ഇടയ്ക്ക് മുറിഞ്ഞതായിട്ടുള്ള ആ കണ്ണി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് സധൈര്യം ആ കണ്ണികളിൽ തൂങ്ങിക്കിടക്കാം, അല്ലാന്നുണ്ടെങ്കിലോ താഴേക്ക് പതിക്കും എന്നുള്ളതാണ്. കണ്ണി അറ്റുപോയി കഴിഞ്ഞാൽ ആ ബോൾ താഴേക്ക് പതിക്കുന്നത് പോലെ ഗുരുത്വം അല്ലെങ്കിൽ ഗുരുനാഥൻ എന്നുള്ള ഇടയ്ക്കൊരു കണ്ണി വിട്ടുപോയത് കൊണ്ട് നമ്മൾ ഈ സംസാരത്തിലേക്ക് കൂപ്പുകുത്തി ഈ സംസാരത്തിൽ കയ്യും കാലും ഇട്ടടിച്ച് കണ്ണിലും മൂക്കിലൊക്കെ വെള്ളം കയറി എവിടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലും ദുഃഖം മാത്രമേ ഉള്ളൂ. അനിത്യം അസുഖം ലോകം എന്ന് ഭഗവാൻ ഗീതയിൽ നമ്മളോട് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിത്യമാണ്, അസുഖമാണ്. എന്നിട്ട് വിശേഷമായിട്ട് പറഞ്ഞു, ഇമം പ്രാപ്യ മാം ഭജസ്വ, ഇവിടെ വന്നിട്ട് എന്നെ ഒന്ന് ഭജിക്കെങ്കിലും ചെയ്യുക. ആര് കേൾക്കാൻ? ഭഗവാൻ എത്ര മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, മുറിയാൻ നിൽക്കുന്നതായിട്ടുള്ള ആ കണ്ണി ഒന്ന് വിളക്കുക, ഈശ്വരനോട് കൂടിയിട്ടൊന്ന് ചേർക്കുക. ഗുരുനാഥൻ എന്നുള്ള ആ ഗുരു സങ്കല്പത്തിൽ നമ്മൾ വരുമ്പോൾ, ഗുരുനാഥൻ്റെ അടുത്ത് അവിടെ പോയിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് ഗുരു കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. ഗുരുനാഥൻ ഉപദേശിക്കുന്നതായിട്ടുള്ള ആ മാർഗത്തിൽ സാധനാദി കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു ദ്വാസുപർണ സയുജ സഖായ. അല്ലാന്നുണ്ടെങ്കിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ നോക്കുന്ന സമയത്ത് പറയും, ആ ജീവനാകുന്ന പുരഞ്ജനി അവിടെ ഇരുന്ന് ദുഃഖിക്കുന്ന സമയത്താണ് അവിടെ ബ്രാഹ്മണൻ വരുന്നത്. നമ്മൾ തമ്മിൽ ഒരു ഭേദവുമില്ല. എങ്ങനെയായിരുന്നു നമ്മൾ രണ്ടുപേരും ആ മാനസ സരസിലെ ഹംസങ്ങളായിരുന്നു, ഒരേപോലെ നമ്മളവിടെ സന്തോഷിച്ചു കഴിഞ്ഞതായിരുന്നു എന്നുള്ള ആ ഒരു ഉപദേശം നമുക്ക് കിട്ടുന്ന സമയത്ത് തൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപം മനസ്സിലാക്കി സന്തോഷിക്കാൻ, സുഖിക്കാൻ, ആനന്ദത്തിൽ ആറാടിക്കഴിയാൻ ഈ ജീവന് സാധിക്കുന്നത് അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഹത്തായിട്ടുള്ളൊരു സന്ദേശം, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സന്ദേശം കൂടി ഈ ഒരു കാര്യത്തിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു സദ്ഗുരുനാഥൻ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രസക്തമായിട്ടാണ്, എത്ര പ്രധാനമായിട്ടാണുള്ളത് എന്നുള്ള ആ ഒരു ഭാവം ഇതിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. സഗരൻ്റെ വംശത്തിലൂടെ കാണിക്കുന്നു. അങ്ങനെ സഗര രാജാവിന്, നമ്മൾ കഥയിലൂടെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സഗര രാജാവിന് 2 റാണിമാരുണ്ടായിരുന്നു. സുമതി എന്നും കേശിനി എന്നും പറഞ്ഞിട്ടുള്ള 2 പേര്. അതിൽ സുമതിക്ക് 60,000 മക്കളുണ്ടായി. കേശിക്കാണെങ്കിൽ ഒരു ആൾ മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ
ഈ രാജകുമാരന്മാരും എല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിയുന്ന ആ കാലഘട്ടത്തിലാണ് സഗര രാജാവ് അല്ലെങ്കിൽ സഗര ചക്രവർത്തി യാഗങ്ങൾ ചെയ്യുന്നത്. ഈ യാഗം ചെയ്യുന്നത് പണ്ട് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ രാജാക്കന്മാരെല്ലാവരും യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. യജ്ഞോ വൈ വിഷ്ണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവികൾക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ താൻ ന്യായമായിട്ട് ആർജിച്ചതായിട്ടുള്ള തൻ്റെ സമ്പത്ത് കൊണ്ട് ഈശ്വര ആരാധന നടത്തുക. അങ്ങനെയുള്ള യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ രാജാവിൻ്റെ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം ഇന്ദ്രൻ എപ്പോഴും മറ്റുള്ള ഈ യജ്ഞങ്ങൾ നടത്തുന്ന സമയത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടത്തുന്ന ആൾ കണക്ക് വെക്കണം നിർബന്ധമില്ല എന്നുള്ളതാണ്. കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം എല്ലാ യജ്ഞങ്ങളും അശ്വമേധ യജ്ഞങ്ങളാണെങ്കിൽ വിശേഷമായിട്ടും അതിൻ്റെ കണക്ക് മുഴുവൻ ഇന്ദ്രൻ്റെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. നടത്തുന്ന ആൾ കണക്ക് വെക്കണം എന്നില്ല. കാരണം 100 അശ്വമേധയാഗം നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ദ്രപദവി ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, പണ്ടും കസേരയ്ക്ക് വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കസേര എന്നും പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 അശ്വമേധയാഗങ്ങൾ പൂർണ്ണമാക്കാൻ ഒരു കാലത്തും ഇന്ദ്രൻ സമ്മതിക്കാറില്ല. അപ്പോഴേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അശ്വമേധയാഗങ്ങൾ, ചക്രവർത്തിയാണ് സകരൻ, നേരത്തെ പറഞ്ഞു എല്ലാ ഐശ്വര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് യാതൊരു കുറവുമില്ല, യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യജ്ഞത്തിന് യാഗാശ്വത്തെ വിടും. ഈ യാഗാശ്വം ചക്രവർത്തിക്കാണ് അശ്വമേധയാഗം ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പോൾ എവിടെയെല്ലാം ഈ കുതിര അഴിച്ചു വിടുകയാണ്, ഏതെല്ലാം രാജ്യങ്ങളിലൂടെ ഈ കുതിര സഞ്ചരിക്കുന്നുണ്ടോ ആ രാജ്യങ്ങൾ മുഴുവൻ ഈ രാജാവിന് കപ്പം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതും വെറുതെ ഒരു കുതിരയും കൂടെ അഴിച്ചു വിടുകയല്ല. ആ കുതിരയ്ക്ക് വേണ്ട രീതിയിൽ ഒരുപാട് വൈദികമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്കനുസരിച്ച് സാധാരണ ഒരു കുതിര അഴിച്ചു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുതിര എവിടെയെങ്കിലും പോയി പുല്ലും തിന്ന് വരികയുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിനൊരു കാര്യമൊന്നുമില്ല. പക്ഷേ ഈ യാഗത്തിന് വേണ്ടിയിട്ട്, ദിഗ്വിജയത്തിന് വേണ്ടി വിടുന്ന അതിനുള്ള പ്രത്യേക ലക്ഷണം ഉള്ള കുതിരകളാണ്. അങ്ങനെയുള്ള ആ കുതിര അതിനെ കയറ് പിടിച്ച് കൊണ്ടുപോവല്ല. ആ കുതിര ഓരോ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് കൃത്യമായിട്ട് എവിടെയെല്ലാം സഞ്ചരിക്കാനുണ്ടോ ആ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം പുറപ്പെട്ട സ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളതാണ്. ആ സഞ്ചരിക്കുന്ന സ്ഥാനം മുഴുവൻ ഈ രാജാവിന് അധീനത്തിലാണ് എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ ഈ കുതിരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ കുതിരയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭടന്മാരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ രാജാവ് അഴിച്ചുവിട്ടതായിട്ടുള്ള, സഗര രാജാവ് അഴിച്ചുവിട്ടതായിട്ടുള്ള കുതിരയെ ഇന്ദ്രൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇന്ദ്രൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? നേരെ കപില മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. അങ്ങനെ കുതിരയെ അന്വേഷിച്ചിട്ടാണ് 60,000 രാജകുമാരന്മാർ കൂടി അന്വേഷിച്ചു പോയി. അപ്പോൾ ഇടയ്ക്ക് പറയുന്നു, അങ്ങനെ അവർ പാതാളത്തിലേക്ക് കുഴിച്ചു പോയി. അങ്ങനെ കുഴിച്ച് 60,000 പേരും കൂടി കുഴിച്ചിട്ടാണ് സമുദ്രം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് പൗരാണികമായിട്ടുള്ളൊരു കഥ കൊണ്ടുവരുന്നു. എന്താണെങ്കിലും അവരന്വേഷിച്ച് നേരെ ചെന്നു. അപ്പോഴാണ് കപില മഹർഷിയുടെ പർണശാല ആശ്രമം കണ്ടു. അവിടെ കപില മഹർഷി ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിൽ കുതിരയെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടി ദേഷ്യം വന്നു. 60,000 പേരുണ്ട്. യേശവാജിഹരശ്ചൗര, കള്ളൻ കുതിരയും കട്ടുകൊണ്ടുവന്നിട്ട് ഇരിക്കുന്നു കണ്ടില്ലേ, ഒന്നും അറിയാത്ത മാതിരി, പിടിക്കുക അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആയുധങ്ങളൊക്കെ എടുത്ത് 60,000 പേര് വന്ന്, നമുക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ബഹളം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഭയങ്കര ഉച്ചമായിട്ടുള്ള അട്ടഹാസത്തോടും ബഹളങ്ങളോടും കൂടിയൊക്കെ വരുന്ന സമയത്ത് ഈ കപില മഹർഷിയെ നിഗ്രഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മഹത് അഭിചാരം അല്ലെങ്കിൽ മഹത്തുക്കളെ നിന്ദിക്കുക എന്നുള്ള ആ ഒരു അതിക്രമം കൊണ്ട് തന്നെ ദേഹജേന അഗ്നിന, സ്വന്തം ശരീരത്തു നിന്ന് അഗ്നി ഉണ്ടായി എന്നാണ് പറയുന്നത്. അത്രയും തപസ്വിയായിട്ടുള്ള മഹാത്മാവാണ് കപില മഹർഷി. അങ്ങനെയുള്ള മഹർഷിയുടെ ശാപം അല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ മഹത് അതിക്രമം എന്നുള്ള ദോഷം കൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. അതിനൊക്കെ എല്ലാവരും കൂടി 60,000 പേരും ഭസ്മമായി. ഈ വിവരം അറിഞ്ഞ് രണ്ടാമത്തതായിട്ടുള്ള
റാണിയിലുള്ള പുത്രനാണ് അസമഞ്ജസൻ. ആ അസമഞ്ജസൻ ഒരു സിദ്ധനായിട്ടുള്ള ആളായിരുന്നു, യോഗഭ്രഷ്ടനായിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ അങ്ങനെയായിരുന്നു. കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് സരയൂലൊക്കെ കളയുക, വെള്ളത്തിൽ മുക്കി കൊല്ലുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീടാണ് നാട് കടത്തുന്ന സമയത്താണ് ഏതെല്ലാം കുട്ടികളെ സരയൂവിൽ നദിയിൽ മുക്കിയിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങളെയൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് അവരെല്ലാവരുടെയും മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മകൻ വലിയൊരു യോഗിയായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴേക്ക് അദ്ദേഹം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അസമഞ്ജസൻ്റെ പുത്രനാണ് അംശുമാൻ. അംശുമാനോട് പറഞ്ഞു, നീ പോയി കുതിരയെ അന്വേഷിക്കൂ എന്ന് പറയാണ്. അംശുമാൻ നേരെ പോയി, ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പോയി കപില മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ കുതിരയെ കണ്ടു. വേഗം കപില മഹർഷിയെ പോയി നമസ്കരിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, കുട്ടിയാണ്, സ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, കപില മഹർഷിയാണ് അംശുമാനോട് പറയണത്, ഇത് നിൻ്റെ പിതാമഹൻ്റെതായിട്ടുള്ള കുതിരയാണ്, ഇതിനെ കൊണ്ടുപോയിക്കോളൂ. ആ വലിയതായിട്ടുള്ളൊരു കൂന കാണുന്നില്ലേ, അത് നിൻ്റെ പിതൃവ്യന്മാരായിട്ടുള്ള ആളുകൾ മരിച്ചതാണ്, അവർക്ക് ഗതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഗംഗാജലം കൊണ്ടുവന്നു കഴിഞ്ഞാലേ അവർക്ക് ഗതി കിട്ടൂ എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം കുതിരയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് സകരൻ ഈ അംശുമാനെ രാജാവായി വാഴിച്ചിട്ട് അദ്ദേഹം തപസ്സിന് പോയി. അംശുമാൻ ചെറുപ്പം മുതൽ തന്നെ ഗംഗയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. പിന്നീട് ദിലീപൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ദിലീപൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അദ്ദേഹത്തിനും സാധിക്കുന്നില്ല. പിന്നീട് ഭഗീരഥനാണ്, ദിലീപൻ്റെ പുത്രനായിട്ടുള്ള ഭഗീരഥൻ. ചെറുപ്പം മുതലേ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ആദ്യം പോയി ഗംഗാദേവിയെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു. ഗംഗാദേവി വരാൻ സമ്മതിക്കുകയാണ്. പക്ഷേ പറഞ്ഞു, എൻ്റെ വേഗം സഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ താങ്ങി നിർത്താൻ കഴിവുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പാതാളത്തിലേക്ക് പോവും എന്ന് പറയുകയാണ്. അത് കുഴപ്പമില്ല, മഹാദേവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ എങ്ങനെയാണോ വിശ്വം ഷാഡീവ തന്തുഷു, എങ്ങനെയാണോ ഊടുംപാവുമായിട്ടുള്ള നൂലിൽ വസ്ത്രം എന്നുള്ളത് പോലെ ഈ വിശ്വത്തെ മുഴുവൻ തന്നിൽ സംരക്ഷിക്കുന്നതായിട്ടുള്ള മഹാദേവൻ അമ്മയെ സംരക്ഷിച്ചുകൊള്ളും, താങ്ങി നിർത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ തയ്യാറായി. എന്നിട്ടാണ് പ്രാർത്ഥനയ്ക്കനുസരിച്ച് സ്വർഗംഗ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഗംഗാദേവി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഭൂമിയിലൊക്കെ പാപികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ മഹാപാപികളൊക്കെ വന്ന് കുളിച്ചും കുടിച്ചുമൊക്കെ എന്നെ മലിനമാക്കും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ്. അല്ലേ, നമ്മളൊക്കെ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? തീർത്ഥം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ, അല്ലേ? നമ്മൾ പോകുന്നു, നമ്മുടെയൊക്കെ പാപങ്ങൾ, ഇവിടെ മുഴുവൻ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇത് അവിടെ പോയിട്ട് കളഞ്ഞിട്ട് പോരും എന്നുള്ളതാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ തീർത്ഥത്തിന് ശുദ്ധി ഉണ്ടാകുന്നത്? മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, ലോകത്ത് പാപികൾ മാത്രമല്ല ഉള്ളത്, മഹാന്മാരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ആ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഹൃദയത്തിൽ ഭഗവാനെ നിറച്ച് അവിടെ പോകുന്ന സമയത്ത് എല്ലാ മാലിന്യങ്ങളും നീക്കാനുള്ള ശേഷി ഭക്തന്മാർക്കുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണ് അമ്മ സമ്മതിക്കുന്നത്. പിന്നീട് ആ മഹാദേവൻ്റെ ജടയിലൂടെ താഴേക്ക് വരുന്നു. ഭഗീരഥൻ തൻ്റെ രഥവും കൊണ്ട് മുന്നോട്ട് പോകുന്നു, അമ്മ പുറകിൽ വരുന്നു. അങ്ങനെ ആ സകരപുത്രന്മാർ 60,000 പേരും തൻ്റെ പിതൃവ്യന്മാരായിട്ടുള്ള അവരെല്ലാവരും കിടക്കുന്ന ആ ഭാഗത്തുകൂടെ വഴി കാണിച്ചെടുത്തു. ആ ഗംഗാദേവിയുടെ സ്പർശം കൊണ്ട് ഈ ശരിക്കും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ മഹാനായിട്ടുള്ള കപില മഹർഷിയുടെ ആ ക്രോധാഗ്നിയിൽ എന്നുള്ള രീതിയിൽ ഭസ്മമായി തീർന്ന അവർക്കെല്ലാവർക്കും സ്വർഗപ്രാപ്തി ഉണ്ടായി എന്ന് പറയുകയാണ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ ഗംഗാദേവിയുടെ മഹത്വം എന്ന് പറയുകയാണ്. യജ്ജലസ്പർശമാത്രേണ ബ്രഹ്മദണ്ഡ ഹതാ അപി സകരാത്മജാ ദിവം ജഗ്മു കേവലം ദേഹഭസ്മിഭി. മരിച്ചു ഭസ്മമായി കിടന്ന അതിൽ ആ ഗംഗാജലത്തിൻ്റെ സ്പർശമുണ്ടായ സമയത്ത് അവർക്കൊക്കെ സ്വർഗപ്രാപ്തി ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഭസ്മീഭൂത അംഗസംഗേന സുറിയാത സകരാത്മജ, ആ ഭസ്മത്തിൽ ആ ഗംഗാജലത്തിൻ്റെ സ്പർശം ഉണ്ടായ സമയത്ത് അവർക്കൊക്കെ സ്വർഗപ്രാപ്തി ഉണ്ടായി എന്നുണ്ടെങ്കിൽ കിം പുനഃ ശ്രദ്ധയാ ദേവീം യേ സേവന്തേ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഗംഗാ സ്നാനം ചെയ്യുക, ഗംഗാ തീർത്ഥമൊക്കെ സേവിച്ചാൽ
ഗതി ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിക്കുകയാണ്. അത്രയും പരമപവിത്രമായിട്ടുള്ളതാണ് ആ മഹാപവിത്രവതിയായിട്ടുള്ള ഗംഗാദേവിയുടെ കഥ എന്നും കൂടി പറഞ്ഞതിന് ശേഷമാണ് ഈ കഥകൾ ഉപസംഹരിക്കുന്നത്. പരമപവിത്രമായിട്ടുള്ള ഈ സത്രവേദിയിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രഭാഷണത്തിനുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്ന ഭഗവാനും ഗുരുപരമ്പരയ്ക്കും മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഒന്നുകൂടി കൃതജ്ഞത അറിയിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം.